ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുകയും ആക്സിഡൻറ്റിൽ ഡ്രൈവർ മരണപ്പെടുകയും ചെയ്താൽ ഇനി ആക്സിഡൻ്റ് ഉണ്ടായത് ഡ്രൈവറുടെ കുഴപ്പം കൊണ്ട് തന്നെയാണെന്ന് വിചാരിച്ചു. പക്ഷേ ആ വണ്ടിക്ക് പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് ഉണ്ടെങ്കിൽ രക്തബന്ധുക്കൾക്ക് ഇൻഷുറൻസ് കിട്ടുമായിരുന്നു. ഈ ബുധനാഴ്ച സുപ്രീം കോടതിയിൽ പുതിയൊരു ജഡ്ജ്മെൻ്റ് ഇറങ്ങിയിട്ടുണ്ട്. 2014 കർണാടകയിൽ നടന്നൊരു വാഹനാപകടവുമായിട്ട് ബന്ധപ്പെട്ട്, അതൊരു കാർ ആക്സിഡൻ്റാണ്. ഒരു കോൺട്രാക്ടർ ഓടിച്ച വണ്ടി അതിഭയങ്കര സ്പീഡിലാണ് പുള്ളി ഓടിച്ചത്. വണ്ടി തകിടം മറിഞ്ഞു, ആൾ മരണപ്പെട്ടു. MACT ക്ലെയിം റിജക്റ്റ് ചെയ്തു. അതിൻ്റെ കാരണം പറഞ്ഞത് ഇതിനെതിരെ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ഡ്രൈവ് മൂലമാണ് ഈ അപകടം സംഭവിച്ചതെന്ന്. അവരതിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയും അത് ശരിവെച്ചു. ഒടുവിൽ സുപ്രീം കോടതിയിൽ വന്നു. 2014 നടന്ന സംഭവം ഉണ്ടാ. ഈ 2025 ഈ മാസം ബുധനാഴ്ചയാണ് വിധി വരുന്നത്. സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ഡ്രൈവ് ആണ്, അല്ലെങ്കിൽ ഒരു ഡ്രൈവറുടെ നെഗ്ലിജൻസ് കൊണ്ടുണ്ടാകുന്ന ആക്സിഡൻറ്റിന് ഇനി ഇൻഷുറൻസുകാർ കാശ് കൊടുക്കണ്ടാകും. ഇനി ഓർത്തോ, നമ്മുടെ ഈ കേരളത്തിൽ വർഷം 4000 പേര് ആക്സിഡൻറ്റിൽ മരിക്കുന്നുണ്ട്. 70% കേസുകളുടെയും കാരണമായിട്ട് പറയുന്നത് അമിത വേഗതയാണ്. ഇനി 10 പൈസ കിട്ടൂല. ഈ PA കവറേജൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിലും പല കോടതികളും കൊടുക്കാറില്ലായിരുന്നു ഈ ഡ്രൈവറുടെ നെഗ്ലിജൻസ് ആണെന്നുണ്ടെങ്കിൽ. ഇനി ഹൈക്കോടതി സുപ്രീം കോടതി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പോളിസിയിൽ എന്ത് കുഴപ്പം കൊണ്ടാണ് ആക്സിഡൻറ്റ് നടന്നാലും ഞങ്ങൾ കാശ് കൊടുത്തേക്കാൻ ഈ ഇൻഷുറൻസുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചോ. അല്ലാതെ ഇനി ഡ്രൈവർക്കെതിരെ ഒരു കേസ് പോലീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി 10 പൈസ കുടുംബത്തിന് കിട്ടൂല. ജാഗ്രത.